ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കുന്ന ഒന്നാണ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ അത് പലർക്കും വ്യത്യസ്തമാണ് എന്ന് മാത്രം. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു തീർച്ചയുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മളെ മറ്റുള്ളവർ അവരുടെ കയ്യിലെ ഒരു പാവയെ പോലെ കൊണ്ടു നടക്കും. നമ്മുടെ ലക്ഷ്യസ്ഥാനം മാത്രമായിരിക്കണം എപ്പോഴും നമ്മുടെ ചിന്തയും ശ്രദ്ധയും. ചുറ്റും നമ്മളെ വ്യതിചലിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉറപ്പുള്ളതാണെങ്കിൽ ലക്ഷ്യം കൈവരിക്കും. സ്വന്തമായൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയണം. അല്ലാത്ത പക്ഷം എനിക്കൊന്നിനും കഴിയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത നിങ്ങളെ മനസ്സിനെ തളർത്തുകയും അത് ശരീരത്തിനെയും ബാധിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ ഫിലമെൻ്റ് ലാമ്പ് എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ലോകത്തെ തന്നെ അന്ധകാരത്തിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ഉയർത്തിയ ഒന്നായിരുന്നു. ആയിരക്കണക്കിന് വസ്തുക്കൾ ഫിലമെൻ്റ് നിർമ്മിക്കുന്നതിനായി അദ്ദേഹം പരീക്ഷിച്ചു നോക്കി. ഓരോ തവണയും പരാജയപ്പെട്ട അദ്ദേഹം വീണ്ടും തൻ്റെ ശ്രമം തുടർന്നു. ഒടുവിൽ ടങ്സ്റ്റൺ കണ്ടെത്തുകയും അതുകൊണ്ട് വിജയകരമായി ഫിലമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അതെ, അദ്ദേഹം വിജയം കണ്ടെത്തി. അദ്ദേഹത്തിനുണ്ടായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. അതുതന്നെയാണ് നിങ്ങളിലും വേണ്ടത്. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ സമാധാനത്തോടെ പരിഹരിക്കാമെന്ന തോന്നൽ വേണം. വിജയം ഞാൻ കൈവരിക്കുമെന്ന ചിന്ത ശക്തമായി തന്നെ നിലനിൽക്കണം. ചില നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഒന്നിലധികം ശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം. പരാജയങ്ങളിൽ പതറാതെ അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായി തന്നെ നിലനിൽക്കണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരുമായി കൂട്ടുകൂടുക എന്നത് തന്നെ. അതുപോലെ തന്നെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനും തയ്യാറാകണം. മനസ്സിന് ശക്തിയില്ലാത്ത ഒരു വ്യക്തിക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ കൊണ്ടുവരൂ. അതിനായി തളർന്നിരിക്കാതെ ഉയർത്തെഴുന്നേൽക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ. ഹെലൻ കെല്ലർ പറയുന്നത് പോലെ, കീപ് യുവർ ഫേസ് ടു ദി സൺഷൈൻ ആൻഡ് യു കനോട്ട് സീ എ ഷാഡോ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളോട് ഇടപഴകുന്നവരെല്ലാം നമ്മൾ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കാതിരിക്കുക എന്നതാണ്. അതായത് നമ്മൾ നല്ലത് മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നു എന്ന വിശ്വാസം അത് ഉണ്ടാകാതിരിക്കുക. അതും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമുക്ക് ആരുടെയും മനസ്സ് അളന്നെടുക്കാനോ ഒന്നിനും സാധിക്കില്ല, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തുമ്പോൾ എല്ലാവരും എല്ലാം സ്വയമേ തന്നെ അറിഞ്ഞിരിക്കും. അപ്പോൾ ഇതും നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.